നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. പച്ച ആപ്പിൾ കൊണ്ട് ആപ്പിൾ നന്നായിട്ട് കഴുകാം. മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിൽ ഈ ആപ്പിളുകൾ കുറച്ച് നേരം ഞായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഞെട്ടി പൊട്ടിച്ച് കളഞ്ഞിട്ട് രണ്ടായിട്ട് മുറിക്കുക. അത് വീണ്ടും നാലായിട്ട് മുറിക്കുക. എന്നിട്ട് ഉള്ളിലുള്ള സീഡ് ഇരിക്കുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് അച്ചാറിന് വേണ്ടുന്ന ഒരു പാകത്തിൽ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഞാനൊരു 1.5 ദിവസം ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിക്കുക. അതിനുശേഷം കുറച്ച് ഉലുവയോ ഉലുവപ്പൊടിയോ ചേർക്കാം. പിന്നെ വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. വേപ്പിലയും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ചൂടാക്കി അതിൻ്റെ പച്ചമണം കളയണം. എന്നിട്ട് അത്യാവശ്യം മുളക് പൊടി കുറച്ചധികം മുളക് പൊടി വേണ്ടി വരും. അതിനുശേഷം നമ്മൾ ഉപ്പിലിട്ട് വെച്ച ആ ഒരു ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് ചൂട് മാറുമ്പോൾ കുപ്പിയിലോട്ടാക്കി വെക്കാം. ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഒരുപാട് നേരം വേവാൻ അനുവദിക്കരുത്. ശരിക്കും നെല്ലിക്ക അച്ചാറിട്ട ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിന്. താങ്ക് യു.